ഹലോ കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ പച്ചപ്പും ശാന്തമായ വെള്ളവും നിറഞ്ഞ മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. കുടക് മലകളിൽ നിന്നും വയനാടൻ കാടുകളിൽ നിന്നും ഒഴുകി വരുന്ന വളപട്ടണം പുഴയ്ക്ക് കുറുകെയാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കര ഇരിട്ടി താലൂക്കിലെ കൊയിലൂർ പ്രദേശവും മറുകര ഇരിട്ടി താലൂക്കിലെ വെളിയമ്പ്രയും ആണ്. കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിവെള്ള വിതരണം നടത്തുന്നതിന് പദ്ധതിയുടെ സംഭരണ പ്രദേശത്ത് പ്രത്യേക കിണറുകളും പമ്പിംഗ് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്ക് അടുത്ത് തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ കൊയിലൂർ എന്ന പ്രദേശത്ത് വളപട്ടണം നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതിസുന്ദരമായ അണക്കെട്ടാണ് പഴശ്ശി അണക്കെട്ട്. കൊയിലൂർ പ്രദേശത്ത് ഉള്ളതിനാൽ കൊയിലൂർ അണക്കെട്ട് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഈ അണക്കെട്ടിൻ്റെ പ്രയോജനം ജലസേചനം, കുടിവെള്ളം എന്നിവയാണ്. നിർമ്മാണം പൂർത്തിയാക്കിയത് 1979-ലാണ്. ഇതിൻ്റെ ഉടമസ്ഥത കേരള സംസ്ഥാന ജലസേചന വകുപ്പിനാണ്. ഉയരം 18.29 മീറ്റർ, അതായത് 60 അടി. നീളം 245 മീറ്റർ, അതായത് 804 അടി. ഇതിൻ്റെ സ്പിൽവേകൾ 16 എണ്ണമാണ്. ഡാമിനോട് അനുബന്ധിച്ച് മനോഹരമായ ഒരു പാർക്ക് ഉണ്ട്. ഇവിടെ കുട്ടികൾക്കായുള്ള കളിക്കളങ്ങൾ, നടപ്പാതകൾ എന്നിവയും ഉണ്ട്. ഇതുവഴി നമുക്ക് പാർക്കിലേക്ക് പ്രവേശിക്കാം. മനോഹരമായ നടപ്പാതകൾ പാർക്കിനെ കൂടുതൽ സുന്ദരിയാക്കി. വെള്ളത്തിന് കുറുകെയുള്ള മനോഹരമായ പാലത്തിലൂടെ നമുക്ക് ഉദ്യാനവും കളിക്കളങ്ങളും സന്ദർശിക്കാൻ പറ്റുന്നതാണ്. പാർക്കിനുള്ളിൽ പ്രവേശിക്കുന്നതിനായി പ്രവേശന പാസ് എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് അകത്ത് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ സമാധാനമായ ഒരു അന്തരീക്ഷമാണ് ഈ പാർക്കിൽ കയറിക്കഴിഞ്ഞാൽ. ഈ പാർക്കിനെ പഴശ്ശി ഗാർഡൻ എന്നും അറിയപ്പെടുന്നു. ഈ പാർക്കിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, പ്രായമുള്ളവർക്കായാലും കുട്ടികൾക്കായാലും എൻജോയ് ചെയ്യാം. കാരണം ദുർഘടമായ വഴികളോ ഒന്നുമല്ല, പിന്നെ ഒരുപാട് കുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രായമുള്ളവർക്ക് വന്നാലും സ്വസ്ഥമായിട്ട് ഇരിക്കാനും അവരുടെ വാർദ്ധക്യത്തെ ആസ്വദിക്കാനും ഒക്കെ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള കളിക്കളങ്ങൾ ധാരാളമായി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാർ ഓടിച്ച് കളിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് അമ്യൂസ്മെൻറ്റിന് ഉതകുന്ന രീതിയിലാണ് ഈ പാർക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പച്ചപ്പുൽത്തകിടികളും ചെറിയ കനാലുകളും നടപ്പാതകളും പാർക്കിനെ കൂടുതൽ സൗന്ദര്യം നിറഞ്ഞതാക്കി. അതിനാൽ ഓരോ സഞ്ചാരികളുടെയും മനസ്സിനെയും കണ്ണിനെയും കുളിർമ കൊണ്ട് നിറച്ചു. ആരവങ്ങളുടെ ഇടയിൽ നിന്ന് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ഈ പാർക്കിൽ വന്നിരിക്കുന്നത് അത്യുത്തമമാണെന്ന് തോന്നാറുണ്ട്. കുട്ടികൾക്ക് എപ്പോഴും ഓടിച്ചാടി നടക്കാനും കളിക്കാനും ഒക്കെ പറ്റിയൊരു പാർക്കാണിത്. ഇത് മാത്രമല്ല, ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ വളരെ സേഫാണ്. അതിനെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ടെക്നിക്കൽ സൈഡിൽ നിന്ന് ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളങ്ങനെ ഇവിടുത്തെ സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഈ പാർക്കിൻ്റെ ഒരു വശത്തായി പെറ്റ്സ് വേൾഡ് ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള വാട്ടർ ഫെസിലിറ്റീസ് ഉണ്ട്, പെഡൽ ബോട്ടിങ്സും പിന്നെയുള്ള മറ്റുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വാട്ടർ ഗെയിംസ് മാത്രമല്ല സ്ലൈഡുകളുണ്ട്. അതുപോലെ തന്നെ ആകാശത്തൊട്ടിൽ, ആകാശവഞ്ചി, പിന്നെ നമുക്ക് പെറ്റ് സ്റ്റേഷനും അവൈലബിൾ ആണ് ഇവിടെ. അവിടെ കയറുന്നതിനും പ്രവേശന ഫീസ് എടുക്കേണ്ടതുണ്ട്. ഞങ്ങളിതുപോലെ ആകാശത്തൊട്ടിലും ആകാശവഞ്ചിയിലൊക്കെയാണ് അന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല അനുഭവമായിരുന്നു. അതുപോലെ ഇതിലേക്കൂടെ നമുക്ക് സൈക്കിൾ റൈഡ് ഉണ്ട്. കുറച്ച് അഡ്വഞ്ചറാണ്, ധൈര്യമുള്ളവർ മാത്രം ചെയ്യുക. അഥവാ ഇതുപോലെയുള്ളതൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഈ പാർക്കിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നടക്കാനും ഇരിക്കാനും അതുപോലെ പഴശ്ശി ഡാമിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് പഴശ്ശി ഡാം വരുന്നത്. അവിടെ നമുക്ക് ബോട്ടിങ്ങിന് പോകണമെങ്കിൽ ബോട്ടിംഗ് സൗകര്യങ്ങളുണ്ട്. പാർക്കിൻ്റെ ഈ ഭാഗത്ത് വന്നിരുന്നാൽ പഴശ്ശി ഡാമിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതാണ്. വീര പഴശ്ശിരാജാവിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത ഒന്നാണ് ഇത്. ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാന ജലസേചന പദ്ധതി എന്ന നിലയിലാണ് ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത്.
ഇവിടെ ഇരുന്ന് നോക്കിയാൽ പഴശ്ശി ഡാമിൻ്റെ മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും. ഈ അണക്കെട്ടിൽ നിന്നാണ് കണ്ണൂർ, തലശ്ശേരി, തളിപ്പറമ്പ്, മാഹി ഭാഗത്തേക്കുള്ള ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. കുടിവെള്ളത്തിനും കാർഷിക വിനിയോഗത്തിനും ഒക്കെ ഇതിലെ വെള്ളം ഉപയോഗിക്കാറുണ്ട്. ആകാശത്തൊട്ടിൽ, ആകാശവഞ്ചി, പിന്നെ പെഡൽ ബോട്ടിംഗ് സൗകര്യങ്ങൾ അതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതിന് ചെറിയൊരു എമൗണ്ട് പേ ചെയ്യേണ്ടതുണ്ട്.